റഷീദിനെ കുറിച്ച് അന്വേഷിച്ച എല്ലാവർക്കും അറിയാം. സാധാരണ ഒരു കൂലിത്തൊഴിൽ എടുത്ത് ഉപജീവനം നടത്തുന്ന ഒരു പാവപ്പെട്ട യുവാവാണ്. ഇതുവരെ ഒരു ക്രിമിനൽ കേസിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കേസിലും പ്രതിയല്ലാത്ത ഒരു ചെറുപ്പക്കാരനെ സ്വാഭാവികമായിട്ട് പോലീസ് വിളിക്കുകയാണ്. ഇങ്ങനൊരു സംഭവമുണ്ട്. അദ്ദേഹം പറഞ്ഞ ആ കമൻ്റ് ഇട്ടിട്ടുണ്ടാവും. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഫേസ്ബുക്കിൽ കമൻ്റ് ഇടൂലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ രാവിലെ ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ ഹാജരായിക്കോളാം എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? അന്ന് രാത്രി മിനിയാന്ന് രാത്രി 12:30 മണിയോടുകൂടി പോലീസ് വല്ല MDM കേസിലെ പ്രതിയെയോ അല്ലെങ്കിൽ പീഡന വീരന്മാരെയോ രാജ്യദ്രോഹ പിടിക്കപ്പെട്ട പ്രതിയെയോ പിടിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ. സ്വാഭാവികമായിട്ടും മാത്രമല്ല, പിറ്റേന്ന് രാവിലെ എന്താ സംഭവിച്ചത്? രാവിലെ ഒരു 10:00 ഇവിടെ 24-ന്റെ ചാനൽ മുതലാളിമാർ വരികയാണ്. അവരും ഈ സ്റ്റേഷനിലുള്ള SHO ഉണ്ടല്ലോ, അദ്ദേഹം ചേർന്ന് ഒരു ഡിസ്കസ് നടത്തുകയാണ്. എങ്ങനെ ഞങ്ങൾക്കിത് ലൈവ് ടെലികാസ്റ്റ് കൊടുക്കണം, അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ കയ്യാമം വെച്ച് ഒന്ന് കൊണ്ടുവരുന്ന രൂപത്തിൽ ചെയ്യണമെന്ന് പറയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ SHOക്ക് ഈ പണി നിർത്തിക്കൊണ്ട് ഒരു സിനിമ ഡയറക്ഷൻ നടത്തുന്നതായിരിക്കും. അങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു കഥ തയ്യാറാക്കി ഈ പാവപ്പെട്ട ചെറുപ്പക്കാരനെ കയ്യാമം വെച്ച് പോലീസ് ജീപ്പിലേക്ക് കയറ്റിക്കൊണ്ട് ഇവിടെ തിരൂരങ്ങാടി ഹോസ്പിറ്റൽ കോമ്പൗണ്ട് വഴി ഒന്ന് കറങ്ങി വീണ്ടും അവർക്ക് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ഇന്നലെ തന്നെ ഇവിടെ ചാർജ് SIയോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ മാനത്തിനാണ് നിങ്ങൾ വില പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്ക് പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഞങ്ങൾ നിങ്ങൾക്കെതിരല്ല. സ്വാഭാവികമായി ജനാധിപത്യത്തിൻ്റെ 4ാം തൂൺ എന്നൊക്കെ പറയുമ്പോൾ അത്യന്താപേക്ഷിതമാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ഓർക്കേണ്ടത്, ലക്ഷക്കണക്കിന് പാവപ്പെട്ടവരുടെ ജീവൻ നിങ്ങൾ ആ മീഡിയയിൽ വെച്ച് പന്താടിയവരാണ് നിങ്ങൾ എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേദനയില്ല. ഞങ്ങളെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ കുറിച്ച്, ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവർത്തകരെ കുറിച്ച് ഓമനക്കുട്ടനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 70 രൂപ ഓട്ടോ ചാർജ് വാങ്ങിയതിന് പേരിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഓട്ടോറിക്ഷ വിളിക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെയുള്ള ആളുകളിൽ നിന്ന് 2, 3, 5 രൂപ വാങ്ങി ആ ഓട്ടോറിക്ഷ വിളിച്ചതിൻ്റെ പേരിൽ ആ പാവപ്പെട്ട ആളെ എത്ര സമയമാണ് നിങ്ങൾ വിചാരണ ചെയ്തത്? അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, തിരിച്ചും വിമർശനം വരും. മാധ്യമ മുതലാളിയെ ശ്രീകണ്ഠൻ നായരെ ഇവിടെ വിമർശിക്കാൻ പാടില്ല എന്നൊന്നും ഇന്ത്യൻ നിയമത്തിൽ എഴുതി വച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും വിമർശിക്കേണ്ടി വരും. DYFഐയെ സംബന്ധിച്ചിടത്തോളം ഇനിയും വിമർശിക്കും. ആ ചെറുപ്പക്കാരൻ കുടുംബല്ലേ ഇവിടെ ഒരു സ്റ്റേഷൻ ചാർജിനോട് ചോദിച്ചപ്പോൾ പറയാം, ആ ചെറുപ്പക്കാരൻ പോസ്റ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങൾ ആ ഉത്തരവാദിത്തത്തോട് പറയുന്നു, ഇനിയും പോസ്റ്റ് ഇടും. ആ പോസ്റ്റ് അത് നിങ്ങൾ നിയമപരമായും പോയിക്കോ. റഷീദ് ചെമ്പൻ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി കേസെടുത്തോ. പക്ഷെ നാടകം കളിക്കുന്നതിന് വേണ്ടി ചാനലുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിൽ ശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവിടെ ഇതിന്റെ മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഒരു SHO DYFഐയുടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്രയമാകുന്ന പൊതിച്ചോറ് വിതരണം ചെയ്യുമ്പോൾ അത് തെണ്ടികളുടെ ചോറാണെന്ന് വിളിച്ചു പറഞ്ഞ SHO ഇപ്പൊ എവിടെയാണെന്ന് ഈ SHO ഒന്ന് അന്വേഷിക്കുന്നതെന്നായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇവിടെ പോലീസ് ജനങ്ങളുമായി സൗഹൃദാന്തരീക്ഷത്തിൽ പ്രവർത്തിക്കണം, അവരുമായി നല്ല കോപ്പറേറ്റിൽ പ്രവർത്തിക്കണം. നിങ്ങൾ നിയമപരമായി നിങ്ങൾ അന്വേഷണ ഈ എഫിഷ്യൻസിയെ പറ്റിയൊന്നും ഞങ്ങൾക്കൊരു തർക്കമില്ല, കേരളത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷേ അതിനൊക്കെ കളങ്കം വരുത്തുന്ന രീതിയിലുള്ള ചില പെരുമാറ്റങ്ങൾ പ്രത്യേകിച്ച് തിരൂരങ്ങാടി സ്റ്റേഷനിൽ ഉണ്ടാവാറുണ്ട്. അത് മേലിൽ അവസാനിപ്പിക്കണമെന്നാണ് DYFഐക്ക് പറയാനുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി മൂന്നൂരിലെ ഒരു RSSകാരൻ അത് കൃത്യമായിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സ്റ്റേഷനിൽ പരാതിപ്പെട്ടപ്പോൾ അയാളെ ഒന്ന് വിളിക്കാൻ പോലും സന്മനസ് കാണിക്കാത്ത ആളുകളാണ് കുത്തക മാധ്യമങ്ങൾക്ക് വേണ്ടി ഒരു നാടകം അരങ്ങേറി ഒരു ചെറുപ്പക്കാരനെ കൈവിലം അണിഞ്ഞുകൊണ്ട് ഈ ചെമ്മാടങ്ങാടിയിൽ കൂടെയൊക്കെ നടത്തിക്കൊണ്ട് ആ ചെറുപ്പക്കാരനെ സമൂഹത്തിന് മുമ്പിൽ മോശക്കാരനാക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിക്കുന്നവർ കൃത്യമായി ഓർത്തു പോകണം. ഇതൊരു താക്കീതാണ്. ഇത്തരത്തിൽ ഇനി തിരൂരങ്ങാടി സ്റ്റേഷനിൽ ഇങ്ങനത്തെ പോലീസുകാരുണ്ടായാൽ
അത് തെരുവിൽ വെച്ച് കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് ഡിവൈഎഫ്ഐ മാറുമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള സഖാവ് വിനീഷ് ഏട്ടനാണ്. വിനീഷ് ഏട്ടനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊള്ളുന്നു. എനിക്ക് മുമ്പ് സംസാരിച്ച സഖാക്കൾ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു ചെറുപ്പക്കാരനെ 24 ചാനലിൻ്റെ മുതലാളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ ഒരു കമൻ്റ് ഇട്ടു. അത് വേറൊരാളുടെ പോസ്റ്റ് ഇട്ടിട്ട് ഇത് ശരിയാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ആ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൊടുക്കുകയാണ്. ആ പരാതി കിട്ടി ചാനൽ ആളുകൾ വിളിക്കുമല്ലോ, സ്വാഭാവികമല്ലേ. ഇപ്പോഴത്തെ ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്താ? എന്ത് ചെറിയ കാര്യത്തെയും ലൈവാക്കി വലിയ രീതിയിലേക്ക് വാർത്തയാക്കുന്ന പ്രവണത കാണിക്കുന്ന ചാനലുകാർ ഇവിടുത്തെ SHOയെ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും പോലീസ് അയാളെ വിളിച്ചു, നേരത്തെ പറഞ്ഞ പോലെ ഹാജരാവണം. നേരിട്ട് ഹാജരാവാൻ ഒരു പ്രയാസമില്ലാത്ത ആളാണ്. ഹാജരാവാന്ന് പറഞ്ഞു. രാത്രി വീട് വളഞ്ഞു കൊണ്ടുവന്ന് നമ്മളൊരു സിനിമാ തിരക്കഥ ഉണ്ടാക്കി എങ്ങനെയാണോ അഭിനയിക്കുക ആ തരത്തിലേക്കാണ് ഈ നാറി SHO ഈ നിലപാട് സ്വീകരിച്ചത്. അല്ലേ? ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം വെച്ച് കളിക്കുക. അയാളുടെ ഫോട്ടോ, അയാളുടെ വീഡിയോ ഈ ചാനലിനകത്ത് വരണമെന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഈ അങ്ങാടിയിൽ വിലങ്ങ് വെച്ച് ഈ അങ്ങാടിയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി ദർശനേൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ചിങ്ങോട്ട് വരിക. അവിടുന്ന് ഇവിടെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരിക. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകല്ല, കോടതിയിലേക്ക് കൊണ്ടുപോകല്ല. ഇത് വധശ്രമ കേസിലെ പ്രതിയാണോ? പീഡന കേസിലെ പ്രതിയാണോ? രാജ്യദ്രോഹ കേസിലെ പ്രതിയാണോ? വേറെ ഏതെങ്കിലും കേസിലെ പ്രതിയാണോ? ഈ രാജ്യം മുഴുവൻ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് ജോലി തേടിപ്പോയ ആളുകളെ, ഇന്ത്യക്കാരെ കൈവിലങ്ങും കാൽവിലങ്ങും അണിയിച്ച് അവിടുത്തെ യുദ്ധവിമാനത്തിൽ ഈ രാജ്യത്തേക്ക് കടത്തിയപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മിണ്ടാതിരുന്നതിനെ കുറിച്ച് പ്രതിഷേധിക്കുന്ന ജനതയുടെ മുമ്പിലേക്കാണ് ഇടതുപക്ഷം ഭരിക്കുമ്പോ ആ സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരു SHO ഈ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് DYFI ഇങ്ങോട്ട് വന്നത്. DYFI പോലീസ് സ്റ്റേഷൻ മാർച്ച് തീരുമാനിച്ചിട്ടില്ല. DYFI പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കണം, ഒരു പ്രതിഷേധ പ്രകടനം നടത്തണം, ഇവിടെ അവസാനിപ്പിക്കണം തീരുമാനിച്ചതാണ്. ആ തീരുമാനിച്ചോടത്താണ് ഇവിടെ കുറെ ആളുകൾ കാക്കിയിട്ട് ബാരിക്കേഡ് ഉണ്ടാക്കാൻ രീതിയിലേക്ക് നിൽക്കുക. ഈ ആളുകൾ വികാരപരമായി പെരുമാറുമ്പോഴേക്കും ലാത്തി കൊണ്ട് കുത്തുക, അക്രമം ഉണ്ടാക്കാൻ ബോധപൂർവം ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാക്കി ഇത് സർക്കാരിനെതിരെയാണ് അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇവരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിർത്തിക്കോളാം, ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾക്ക് പറഞ്ഞ് നിർത്താൻ കഴിയും. ഇതിലും ആയിരക്കണക്കിന് പോലീസുമായിട്ടായിരുന്നു ഉമ്മൻചാണ്ടി ഒരു കാലത്ത് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് കടന്നു വന്നത്. ഞങ്ങൾ അങ്ങോട്ട് കടക്കണ്ട എന്ന് തീരുമാനിച്ചപ്പോ ഞങ്ങളെ കടക്കാൻ അനുവദിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു എന്ന് ഈ പോലീസുകാര് ഓർക്കുന്നതെന്ന് പഴയ സമരവീര്യം പെട്ടിയിൽ വെച്ചിട്ടല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുകയാണ്. ആ SHOയെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകൂ എന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനം നടപ്പാക്കാൻ ശേഷിയുള്ള പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ എന്ന് ബോധ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഇന്നൊരു വലിയ സമരത്തിലേക്കല്ല, ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധം അറിയിക്കണം. ഇത്തരത്തിൽ തെമ്മാടിത്തം കാണിക്കുന്ന SHOമാര് ഈ നാടിനകത്ത് കുറച്ചുണ്ട്. ഭൂരിപക്ഷം ആളുകളും ഈ സേനയുടെ അന്തസ് ഉയർത്തുന്ന തരത്തില് രാജ്യത്തെ ഏറ്റവും നല്ല പോലീസ് എന്ന ഖ്യാതി ഏതൊക്കെ കേസുകളാണ് ദിവസങ്ങൾ കൊണ്ട് പിടിച്ച്, മണിക്കൂറുകൾ കൊണ്ട് പിടിച്ച് ഈ രാജ്യത്തെ ഏറ്റവും നല്ല പോലീസ് സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തിനകത്ത് ഇത്തരത്തിലുള്ള കുറച്ചാളുകളുണ്ട്. ഏത് നാട്ടിലുണ്ടാവുമല്ലോ അങ്ങനെ. ആ തരത്തിലേക്ക് നിലപാട് സ്വീകരിക്കുന്ന ഈ ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതുവരെ ഞങ്ങൾ ഈ സമരരംഗത്തുണ്ടാകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ DYFIയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധ പ്രകടനം ഇന്നിവിടെ നടത്താൻ ആധാരമായിട്ടുള്ള കാരണങ്ങളൊക്കെ തന്നെ സ്വാഗതം പറഞ്ഞ സഖാവ് വാഹിദും അതുപോലെ തന്നെ ഉദ്ഘാടകനും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇന്നലെ അർദ്ധരാത്രി ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ കയറി, അത് മെനിഞ്ഞാന്ന് അർദ്ധരാത്രി ഒരു ചെറുപ്പക്കാരൻ്റെ വീട് വളഞ്ഞു. ആ ചെറുപ്പക്കാരനെ ഇവിടെ എന്തോ ഒരു വലിയ കൊലപാതകം നടത്തിയ ഒരു പ്രതിയെ കൊണ്ടുവരുന്ന രീതിയിൽ ഒരു പെരുമാറ്റം ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അങ്ങേയറ്റത്തെ പ്രതിഷേധമാണെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇവിടെ ഇന്ന് ഭരിക്കുന്നത് LDFന്റെ നേതൃത്വത്തിലുള്ള പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് എന്നുള്ളൊരു ഓർമ്മ
ഈ പോലീസുകാർക്കുണ്ടാകണം. കഴിഞ്ഞ UDFന്റെ കാലത്തിൽ ഭരിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഭരണമല്ല ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത് എന്നുള്ളൊരു ഓർമ്മ ഈ പോലീസുകാർക്ക് നല്ല നിലയ്ക്ക് ഉണ്ടാകേണ്ടതാണ്. അതിൽ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, മിസ്റ്റർ പ്രദീപ്, നിങ്ങൾ എവിടം വരെ പോകും ഞങ്ങൾക്കറിയാം. നിങ്ങൾ എവിടുത്തുകാരനാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഈ ചെയ്യുന്നത്, നിങ്ങൾ നാളെ ഈ പോലീസ് സ്റ്റേഷനിൽ ഏത് കാലവും നിൽക്കും എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണ്ട. അതുമാത്രമല്ല, നിങ്ങൾ പോലീസ് പണി കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങും. നിങ്ങൾക്ക് അമ്മയുണ്ട്, പെങ്ങളുണ്ട്, നിങ്ങൾക്ക് സഹോദരനുണ്ട്. ആ രീതിയിലുള്ള പെരുമാറ്റം അവരോട് നിങ്ങൾ പെരുമാറും. ഇതൊരു ചെറിയൊരു പെറ്റി കേസിന് വേണ്ടി ഈ രീതിയിലുള്ള അതിക്രമം പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഏത് പോലീസുകാരാണെങ്കിലും. നിങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളും വീട്ടിൽ താമസിക്കുന്നവരാണ്. നിങ്ങൾ എല്ലാ കാലത്തും ഈ പോലീസ് സ്റ്റേഷനിലല്ല ഉണ്ടാവുക, നിങ്ങൾ വീട്ടിലേക്ക് പോകും. അപ്പോൾ ആ ഒരു വികാരം ഇവിടെ ഈ ചെറുപ്പക്കാരുണ്ടാക്കിയിട്ടുള്ള വികാരം ഏത് സമയത്തും ആ വികാരം ഉണ്ടാകും എന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് വേണം. നല്ല നിലയ്ക്കാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ നിലയ്ക്ക് നിങ്ങളോട് പെരുമാറാനും ഇവിടുത്തെ DYFIയും അതുപോലെ തന്നെ എല്ലാവരും തയ്യാറാണ്. അതല്ല മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ ആ രീതിയിൽ ഞങ്ങൾ പെരുമാറും. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഭരണത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് ഈ തിരുരങ്ങാടി പോലീസ് സ്റ്റേഷൻ ഉണ്ടാകുന്നതെങ്കിൽ അധികകാലം നിങ്ങൾക്ക് ഇവിടെ ഭരിക്കാനും നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരത്തിലൊരു മാറ്റം നടത്തേണ്ടി വന്നിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് അപമാനമാകുന്ന രീതിയിലേക്ക് തിരുരങ്ങാടി പോലീസ് നിരന്തരം കുറ്റങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു വിഷയത്തെ ഞങ്ങൾ ഉയർത്തി കാണിക്കണമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. കേരളത്തിലെ പോലീസ് പിണറായിയാണ് മുഖ്യമന്ത്രി എങ്കിൽ തിരുരങ്ങാടി പോലീസിന് കേരളത്തിലെ പിണറായിയുടെ പോലീസല്ല, ഇത് മലപ്പുറം ജില്ലയിലെ സിഹാബ് തങ്ങളുടെ പാണക്കാട്ട് തങ്ങളുടെ പോലീസാണെന്ന രീതിയിലേക്കാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് താക്കീതായിട്ട് ഞങ്ങൾ എടുക്കുകയാണ്. ഇത് ഇപ്പോഴത്തെ CI മാത്രമല്ല, മുമ്പുണ്ടായിരുന്ന CIമാർ എത്ര കേസുകളാണ് ഇവിടെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളത്. തൊട്ടടുത്ത മൂന്നിയൂർ ഹൈസ്കൂളിനകത്തുള്ള ഒരു പീഡന കേസിലെ അധ്യാപകനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമം ആ വിദ്യാർത്ഥിയുടെ മാതാവ് നിരന്തരം ഇവിടെ പരാതിപ്പെട്ടിട്ടും അതിനുവേണ്ടി നിൽക്കാതെ ആ പ്രതിക്കൊപ്പം നിന്നിട്ടുള്ള CI ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മളെ ആലിങ്കോടിലുള്ള ഒരു ഭൂമി നികത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാള്, അത് ഭൂരേഖ തഹസിൽദാര് സ്ഥലം സന്ദർശിച്ചപ്പോൾ ആ തഹസിൽദാരെ മർദ്ദിച്ചിട്ടുള്ള ഭൂ ഉടമയെ അറസ്റ്റ് ചെയ്യാൻ മടിച്ചിട്ടുള്ള CI ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ മുസ്ലിം ലീഗ് പറയുന്ന രീതിയിലേക്ക് ഭരണം നടത്തുന്ന ഒരു പോലീസ് സ്റ്റേഷനായി തിരുരങ്ങാടി പോലീസ് സ്റ്റേഷൻ മാറുന്നുണ്ട്. അത് അനുവദിക്കാൻ ഇനി CPIMോ അതുപോലെ DYFI പ്രസ്ഥാനമോ സമ്മതിക്കില്ല എന്നുള്ള താക്കീത് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ചെമ്മൻ റഷീദിനെ പോലുള്ള ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റെന്താണെന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഫേസ്ബുക്കിനകത്ത് സ്ഥിരമായി ചെയ്യുന്ന രീതിയിലേക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങൾ ഈ പോലീസ് ഹാജരാവാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ റഷീദിനോട് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഏട്ടാ എന്ന രീതിയിലാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഒന്നും പേടിക്കാനില്ല. പക്ഷേ പോലീസ് രാത്രി വളഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കസ്റ്റഡി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള സാധനം ഞാൻ ചെയ്തതായിട്ട് അദ്ദേഹം ഓർമ്മിക്കുന്നത് പോലും. കുറ്റകൃത്യം ചെയ്യുന്നതിന് കുറ്റവാളി എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് പോലും ബോധ്യമില്ലാത്ത ഒരു കാര്യത്തെ, നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തെ ഇത്തരത്തിൽ ഗൗരവത്തിലേക്ക് കൊണ്ട് SHOയിൽ മാത്രമാണ് ഞങ്ങൾ ഇത് കേന്ദ്രീകരിക്കുന്നത്. പോലീസുകാരെ ഞങ്ങൾ കുറ്റം പറ്റുന്നില്ല. SHO നിർദ്ദേശിച്ചതനുസരിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വെള്ള വണ്ടിക്കകത്ത് ഈ 24ന്റെ എംബ്ലം വെച്ചിട്ടുള്ള കാറ് സ്ഥിരമായി രാത്രി 8 മണി വരെ ഇതിന്റെ പോലീസിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശ്രീകണ്ഠൻ നായർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിനെതിരാണ് ഞങ്ങളുടെ പ്രതിഷേധം. അതിനു വേണ്ടിയിട്ടല്ല ഇവിടെ SHOനെ കേരളത്തിലെ പോലീസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ജനങ്ങൾക്ക് നീതി കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനത്തെയാണ്, അതിനു വേണ്ടിയിട്ടാണ് ഈ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. ഇവിടെ സംസാരിച്ചിട്ടുള്ള മുഴുവൻ സഖാക്കളും പറഞ്ഞു, നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചല്ല നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മളെന്താണ് ഒരു ബഹുജന മാർച്ചായിട്ട് നമ്മുടെ പ്രതിഷേധം ഇവിടെ അറിയിക്കാമല്ല. പക്ഷേ DYFI ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ച് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ DYFI ഇതിൻ്റെ ഉള്ളിൽ കയറി SHOയെ കണ്ടിട്ടേ തിരിച്ചു പോകൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ DYFI ഇവിടുന്ന് ഇറങ്ങിപ്പോകും. പക്ഷേ ആ രീതിയിലേക്ക് DYFIക്കാരെ ഈ തിരുരങ്ങാടിയിലെ പോലീസുകാർ മാറ്റരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്ത
ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് വിനീഷേട്ടൻ, അതുപോലെ തന്നെ ബ്ലോക്ക് സെക്രട്ടറി സഖാവ് വാഹിദ്, അഖിൽ ഉൾപ്പെടെയുള്ള ഏരിയ സെന്റർ അംഗം വിഷമാഷ്, മുഴുവൻ സഖാക്കൾക്കും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സമര സഖാക്കളെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് മുഴുവൻ സഖാക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുന്നതായിരിക്കും.